ഹായ്, ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ ശക്തമായൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. അതായത് വിജയിച്ച ആളുകളുടെ ചിന്താരീതിയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ. ചിന്താരീതി രണ്ട് തരത്തിലുണ്ട്. ആളുകളുടെ ഓർഡിനറി പീപ്പിളിൻ്റെ ചിന്താരീതിയും അതുപോലെ തന്നെ സക്സസ് പീപ്പിളിൻ്റെ ചിന്താരീതിയും അതൊന്ന് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളുടെ ചിന്താരീതി എങ്ങനെയാണ്, അതനുസരിച്ചാണ് നമ്മളുടെ ജീവിതം. അപ്പോൾ നമ്മൾ സക്സസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിന്താരീതിയെ മാറ്റണം. അപ്പോൾ ഈ രണ്ട് ചിന്താരീതിയും തമ്മിലുള്ളൊരു താരതമ്യമാണ് ഈ വീഡിയോ. പ്രധാനമായും ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഓർഡിനറി മൈൻഡ് സെറ്റ് അഥവാ എംപവേർഡ് മൈൻഡ് സെറ്റ് രണ്ടും തമ്മിലുള്ള താരതമ്യ പഠനമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡിസിഷൻ മേക്കിംഗ് സീക്രട്ട്, നമുക്കൊരു ഏതെങ്കിലും ഒരു കാര്യത്തിലൊരു തീരുമാനമെടുക്കുന്നതിന് നമ്മളെ പ്രാപ്തനാക്കുന്ന സീക്രട്ട് എന്തൊക്കെയാണ്. അതുപോലെ ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഇത്തരത്തിലൊരു സീക്രട്ട് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മളെ പ്രാപ്തരാക്കാൻ വേണ്ടി നല്ലൊരു എക്സസൈസ് ഇത് അടങ്ങിയതാണ് ഈ ഒരു വീഡിയോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. ഇതിൽ ആദ്യത്തേത് ഓർഡിനറി ബയാസ് എംപവേർഡ് മൈൻഡ് സെറ്റിന് ഒരു ചെറിയൊരു താരതമ്യം. ചെറിയൊരു പ്രശ്നം എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളും വരുന്നതിൽ കൂടെ ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ രണ്ട് ആളുകളും ഓർഡിനറി മൈൻഡുള്ളവരും എംപവേർഡ് മൈൻഡുള്ളവരും എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഓർഡിനറി മൈൻഡുള്ളവർ ഈ ഒരു ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലെത്തുമ്പോഴേക്ക് ആദ്യമേ പറയും, എനിക്കതിന് കഴിയില്ല, എനിക്ക് സപ്പോർട്ടില്ല, ഞാനിത് ചെയ്ത് കഴിഞ്ഞ് ഫെയിലിയറായാൽ മറ്റുള്ളവരെന്ത് പറയും, പരാജയപ്പെടുമോ തുടങ്ങിയ നെഗറ്റീവ് ചിന്തകളായിരിക്കും ഉണ്ടാവുക. എന്നാലൊരു എംപവേർഡ് മൈൻഡ് സെറ്റുള്ള ഒരാളാണെങ്കിൽ അവർ പറയുന്നത് എന്തായിരിക്കും, എനിക്കറിയില്ലെങ്കിലും നമുക്ക് പഠിക്കാം, പ്രയത്നിക്കാം, അല്ലെങ്കിൽ ശ്രമിക്കാം, ഫെയിലിയർ ആയാലും അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം തുടങ്ങിയ രീതിയിലായിരിക്കും. ഈ മൈൻഡിനെയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. എംപവേർഡ് മൈൻഡ് സെറ്റിനെയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുകൂടെ പറയുന്നത്. ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മളെ ഫോർവേഡ് ചെയ്യിക്കും, മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മളെ ഏതൊരു കാര്യത്തിനും പ്രശ്നങ്ങളുണ്ടെങ്കിലും കാര്യങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി നമ്മളെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു മനസ്സാണ് ഈ ഒരു എംപവേർഡ് അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അതിൽ ഒന്നാമത്തെ മൈൻഡാണെങ്കിൽ, അതായത് ഓർഡിനറി മൈൻഡ് സെറ്റുള്ള ഒരാളാണെങ്കിൽ ആദ്യം പറയുന്നവർക്ക് സമ്പത്തില്ല, അല്ലെങ്കിൽ കാശ് കയ്യിലില്ല, പിന്നെ സാഹചര്യങ്ങളില്ല, അല്ലെങ്കിൽ എനിക്ക് കഴിവില്ല, എക്സ്പീരിയൻസ് ഇല്ല തുടങ്ങിയവയായിരിക്കും ഓർഡിനറി മൈൻഡ് സെറ്റുള്ള ആൾ പറയുന്നത്. പക്ഷേ എംപവേർഡ് മൈൻഡ് സെറ്റുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾ പറയുമെങ്കിലായിരിക്കും, കുറഞ്ഞ കാശ് കൊണ്ട് നമുക്ക് ആരംഭിക്കാം, ചെറുതായി തുടങ്ങാം, എന്നിട്ട് വലുതാക്കാം, ഫെയിലിയർ ആവുകയാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? നമ്മൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാലാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുക, അതിൽ നിന്നാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. ഒന്നും തുടങ്ങാതെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ചിന്ത മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മളെവിടെയെങ്കിലും എത്തുമോ? ഇനി ഈ രണ്ട് വിഭാഗം ആളുകളുടെയും ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് എന്ന് നോക്കാം. ഡിസിഷൻ മേക്കിംഗ് സമയത്ത് ഓർഡിനറി ആളുകളാണെങ്കിൽ അവർ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കും, ഒരുപാട് കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കും, മറ്റുള്ളവരുടെ അപ്രൂവൽ കാത്തിരിക്കും, ഫിയർ കാരണം, പേടി കാരണം തുടങ്ങി അങ്ങോട്ട് കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. തുടങ്ങാം എന്നിങ്ങനെ മനസ്സിൽ കരുതൽ മാത്രമേ നടക്കുകയുള്ളൂ. എന്നാൽ രണ്ടാമത്തെ മൈൻഡ് സെറ്റ് അഥവാ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളാണെങ്കിൽ എന്താ ചെയ്യുക? ഒരു ക്ലാരിറ്റി ഉള്ള ഡിസിഷൻ എടുക്കും, ഫാസ്റ്റായിട്ട് ആക്ഷൻ എടുക്കും. അവരുടെ പ്രവർത്തനത്തിലൂടെയാണ് അവർ പഠിക്കാൻ ശ്രമിക്കുക. ഒരു പെർഫെക്റ്റ് ടൈം വരട്ടെ എന്ന് അവർ ചിന്തിക്കാറില്ല. എപ്പോഴാണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് തുടങ്ങിക്കോളും. ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ 3 കാര്യം ചിന്തിച്ചാൽ മതി. ഒന്നാമത്, ഈ ഒരു
കാര്യം, ഈ ഒരു ഡിസിഷൻ എനിക്ക് ഗ്രോത്ത് കൊണ്ടുവരുമോ, എന്നെ വളർച്ചയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ഡിസിഷനാണോ ഇത്? 2, ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കുക, എനിക്ക് പഠിക്കാൻ പറ്റിയ കാര്യങ്ങൾ ഇതിലുണ്ടോ? 3, ഇതിലെ ഈ ഒരു തീരുമാനത്തിൻ്റെ ഏറ്റവും ദോഷമായ അല്ലെങ്കിൽ ചീത്തയായ വശം ഏതാണ്? ഇങ്ങനെ 3 കാര്യങ്ങളും ചിന്തിച്ച് കഴിഞ്ഞ് അതിനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കാൻ കഴിയും. ഓക്കെ. ഇനി ഒരു പരാജയം വരികയാണെങ്കിൽ ആ പരാജയത്തെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലും ഈ ഒരു 2 മനസ്സുള്ളവർക്കും 2 തരത്തിലായിരിക്കും അവർ ഫെയിലിയറിനെ ഹാൻഡിൽ ചെയ്യാം. അതിൽ ഒന്നാമത്തെ വ്യക്തി അഥവാ ഓർഡിനറി മൈൻഡ് സെറ്റുള്ള വ്യക്തി, അവർക്ക് ഫെയിലിയർ വന്നാൽ ഒരു കാര്യം തുടങ്ങാൻ അവർ താമസിച്ചുകൊണ്ടാണ് തുടങ്ങുക, ചിലപ്പോൾ തുടങ്ങുകയില്ല എങ്കിലും അഥവാ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഫുൾ സപ്പോർട്ടോടുകൂടി അവർ തുടങ്ങിക്കഴിഞ്ഞു, ഒരു ചെറിയ പരാജയം ഏറ്റുവാങ്ങിയാൽ അവരുടെ ആ പരാജയത്തെ ഹാൻഡിൽ ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് അവരാ പരിപാടി അവിടെ നിർത്തുകയായിരിക്കും ആദ്യം ചെയ്യുന്നത്. ചെറിയ പരാജയം വന്നു കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ കഴിയില്ല, അവർ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ എന്ത് സംഭവമാണെങ്കിലും അത് അവരെ ഒഴിവാക്കി വിടും. ഇനി ആ ഒരു സംഭവത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് അവർ വരികയില്ല. അതോടുകൂടി അവരുടെ ഉള്ള കോൺഫിഡൻസ് മുഴുവൻ നഷ്ടമാവുകയും ചെയ്യും. അതാണ് ഓർഡിനറി മൈൻഡ് സെറ്റിൻ്റെ പ്രത്യേകത. നേരെ മറിച്ചൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാണ് ഒരു പരാജയം സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അവരുടെ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും എന്നറിയാം. ഈ ഒരു പരാജയം എന്നത് ഒരു ഫീഡ്ബാക്കാണ്. ഇതിൽ നിന്ന് എനിക്ക് കുറേ പഠിക്കാനുണ്ട്. എന്തുകൊണ്ട് പരാജയം സംഭവിച്ചു എന്നത് കണ്ടെത്തുകയും ആ പരാജയത്തിൻ്റെ വഴികളെക്കുറിച്ച് പഠിച്ച് ഇനി അത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ പഠിക്കുകയും ചെയ്യുന്ന ഒരവസരമായിട്ട് അവർ പരാജയത്തെ കാണും. അപ്പോൾ പരാജയത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നിടത്തും ചില മാറ്റങ്ങളുണ്ട്. ഓർഡിനറി പീപ്പിളും ഗ്രോത്ത് മൈൻഡഡ് പീപ്പിളും തമ്മിലുള്ള വ്യത്യാസം. ഈ കാര്യത്തിൽ ഒരു പരാജയത്തിൻ്റെ സമയത്ത്, അതായത് ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങുന്ന സമയത്ത് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ഓർഡിനറി മൈൻഡ് സെറ്റുള്ള ആൾ ആദ്യം പറയുന്നത് ഇതെൻ്റെ ഡെസ്റ്റിനി അല്ല, എനിക്ക് യോജിച്ച മേഖല ഇതല്ല, അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ കാര്യത്തിലേക്ക് ഇനി ഞാനില്ല. നേരെ മറിച്ച് അപ്പം തന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് പറയുന്നത് പഠിക്കാനുള്ള ധാരാളം അവസരങ്ങൾ ഇതിലുണ്ട്, ഇനിയും ശ്രമിക്കാം എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ 2 തരത്തിലുള്ള ആളുകളുടെയും ഗ്രോത്ത് മൈൻഡ് സെറ്റിൻ്റെ അവസ്ഥ? അപ്പോൾ ഇതിലേത് മൈൻഡ് സെറ്റാണ് നമുക്ക് ആവേണ്ടത്? ഓർഡിനറി വേണോ, ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണോ? നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ മൈൻഡ് സെറ്റ്, അതൊരു ഫിക്സഡ് അല്ല. ഓക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ അവസാനത്തിൽ ഒരു നല്ലൊരു എക്സസൈസ് പറയുന്നുണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എക്സസൈസ് എന്താണെന്ന് കേൾക്കണ്ടേ? എക്സസൈസിൽ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് കഴിയില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം അതാദ്യം എടുക്കുക, അതൊന്ന് എഴുതി വയ്ക്കുക. എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്ന 1-2 കാര്യങ്ങൾ, ഓക്കെ, അതൊന്ന് എഴുതി വയ്ക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് ആ എഴുതി വെച്ച കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. എന്തുകൊണ്ട് കഴിയില്ല? ഒരു ഉത്തരം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് എനിക്കത് കഴിയാത്തത്? ഓരോരുത്തർക്കും പലതരത്തിലുള്ള കഴിവുകളുണ്ട്. നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളും നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറഞ്ഞ ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഈ കാര്യം എന്തുകൊണ്ടാണ് എനിക്ക് കഴിയാത്തത് എന്നൊന്ന് ആലോചിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം ചെയ്യേണ്ടത്, എന്തുകൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ രണ്ടാമത് ചിന്തിച്ചപ്പോൾ അപ്പം തന്നെ മൂന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എനിക്കത് പഠിച്ചുകൂടാ. ഏതൊരു കാര്യം പഠിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണല്ലോ നമ്മളുള്ളത്. അപ്പോൾ പഠിച്ചാൽ ചെയ്യാൻ കഴിയും, എന്തുകൊണ്ട് എനിക്കത് പഠിച്ചുകൂടാ, ചെയ്തുകൂടാ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അറിയാത്ത, നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും പഠിക്കാനുള്ള കഴിവ് ഓരോരുത്തർക്കുമുണ്ട്. അവരുടെ മനസ്സ് വെക്കണം, ചിന്ത വേണം. നമ്മളുടെ ജീവിതം മാറ്റാനുള്ള ഏറ്റവും വലിയ ഒരു ആയുധമാണ് നമ്മളുടെ ചിന്ത. ഈ തോട്ട് പ്രോസസ്സ് നമ്മൾക്ക് എവിടേക്കാണോ എന്തിലേക്കാണോ എത്തേണ്ടത് അതിലേക്ക് നമ്മൾ നമ്മുടെ ചിന്തയെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക്
നല്ല രീതിയിൽ വിജയിച്ച് മുന്നേറാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത്തരത്തിൽ മൈൻഡ് പവർ ആയിട്ടുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മൈൻഡ് പവേർഡ് ആയിട്ടുള്ള വ്യക്തികളുടെ കൂടെ നമ്മൾ ഏത് സമയവും നല്ല നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. നല്ല മൈൻഡ് പവേർഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ കൂടിയാൽ നമ്മളുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റുഭാഗമുള്ള നമ്മൾ ആരുമായിട്ട് സഹവർത്തിക്കുന്നുവോ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ശരാശരിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ മൈൻഡ് പവേർഡ് ആയിട്ടുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളുമായി കൂട്ടുകൂടാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.